സൂര്യൻ്റെ വെളിച്ചം മറയ്ക്കാൻ കാർമേഘത്തിൻ്റെയും മഴയുടെയും ശക്തമായ പരിശ്രമത്തിനിടയിൽ കാറ്റിൻ്റെ തണുപ്പ് മറയ്ക്കാൻ കടുപ്പമുള്ള ചായ കുടിക്കുകയും അതിൽ ചൂടായ ലഹരി കൊണ്ട് മഴയെ തണുപ്പിനെയും കബളിപ്പിക്കുന്നതും ഒരു രസം തന്നെയല്ലേ. ഞാനിന്ന് മഴേനെ ഒന്നും കബളിപ്പിക്കാൻ വേണ്ടി ഇരിക്കുവല്ല. ഇന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുന്നുണ്ടേ. നമ്മുടെ വീട്ടിലൊരു അമ്മൂമ്മയുണ്ടായിരുന്നു. അമ്മൂമ്മ മരിച്ചിട്ട് ഇപ്പോൾ 7 മാസമായി. അപ്പം മാസം വായനയുണ്ട്. അപ്പം ഇന്ന് 7ാമത്തെ മാസവായനയാണ്. അപ്പോൾ അതിന് ഞാൻ വലിയ തകൃതിയിട്ട് മാലയൊക്കെ, ഇരിപ്പും സ്റ്റൈലും ഒക്കെ കണ്ടാൽ ഞാൻ സ്പെഷ്യലിസ്റ്റാണെന്ന് വിചാരിക്കും. അറിയാവുന്ന പോലെയൊക്കെ കൂട്ടിക്കെട്ടി വെക്കുക. ഇത് രാശൻ്റെ അപ്പച്ചിയാണ് അപ്പുറത്തിരിക്കുന്നത്. അങ്ങനെ മാലയൊക്കെ കൂട്ടിക്കെട്ടി കണ്ടോ. ഒരു വശത്തോട്ടായെന്നേ ഉള്ളൂ, പക്ഷേ ഇടാൻ പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ കെട്ടിയ മാലയാണ് കൃഷ്ണൻ്റെ ഫോട്ടോയിൽ ഇട്ടിരിക്കുന്നത്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് സത്യമുള്ള കാര്യമാണ്. ഞങ്ങളുടെ ചെല്ലമ്മ എനിക്കും എൻ്റെ കുഞ്ഞിനും എന്നൊരു കൂട്ടായിരുന്നു. ഇപ്പോൾ 7 മാസമായി ഞങ്ങളെ വിട്ട് പോയിട്ട്. അപ്പോൾ ഇന്നത്തെ സർപ്രൈസ് എന്താണെന്ന് ഞാൻ പറയാം. ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു പ്ലേ ബട്ടൺ കിട്ടിയ കാര്യം മിക്കവർക്കും അറിയാമല്ലോ. മലപ്പുറത്ത് നിന്ന് നമ്മുടെ ANR ഇക്ക, ആ ഇക്കയുടെ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് പുതിയ ഒരു കൂട്ടും കൂടെ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ സുഹൈബിക്ക ഒരു 4 ദിവസമായുള്ളൂ നമ്മുടെ ലൈവിൽ വരാൻ തുടങ്ങിയിട്ട്. സുഹൈബിക്ക ഇന്ന് ഞങ്ങളെ കാണാൻ മലപ്പുറത്ത് നിന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്ക അപ്പോൾ രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. 5:30-6 മണിയായപ്പോൾ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉച്ചയാകുമ്പോൾ ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശിവ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്, കുളിച്ചെല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. അച്ഛനും മോളും ഇടയ്ക്കിടയ്ക്ക് ഇക്കയുടെ മെസ്സേജ് കേൾക്കുന്നുണ്ട്, എവിടം വരെയായെന്ന്. അങ്ങനെ വീടെത്താറായെന്ന് അറിഞ്ഞപ്പോൾ ശിവയുടെ അംഗം തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ANR ഗിഫ്റ്റ് ചെയ്ത മേക്കപ്പ് ബോക്സ് കേട്ടോ. ശിവ അങ്ങനെ കണ്ണിലിടുന്നു, ചുണ്ടിലിടുന്നു, എന്തെല്ലാം കാണിക്കാവോ അതെല്ലാം ശിവ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശിവ ഒരുങ്ങി സെറ്റായി. എന്നിട്ടൊന്നും ഇക്കേനെ കാണുന്നില്ല. ശിവ അപ്പോൾ കുറച്ച് നേരം തുമ്പിയുമായിട്ട് അവിടെ നിന്ന് കളിച്ചു. അങ്ങനെ ആ വഴിയാണോ വരുന്നത്, ഈ വഴിയാണോ വരുന്നതെന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുക. അങ്ങനെ പിന്നെ നമ്മളെ കാണാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടം വരെ വരുമ്പം നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ അമ്പലപ്പുഴ പാൽപ്പായസം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ രാജേട്ടൻ പായസം മേടിക്കാൻ വേണ്ടി അമ്പലത്തിൽ വന്നു. അവിടെ പായസം മേടിച്ച് വെച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഇവിടുത്തെ ജീവനക്കാരനായിരുന്നു, ദേവസ്വം ബോർഡ് ജീവനക്കാരനായിരുന്നു. 12 വർഷമായി റിട്ടയർഡായിട്ട്. അങ്ങനെ രാജേട്ടൻ അച്ഛൻ്റെ നിന്ന് പായസമൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ വേറൊരു സർപ്രൈസ്. അമ്മ വീട്ടിൽ വന്നിരിക്കുന്നു. അച്ഛൻ പറഞ്ഞതുമില്ല അമ്മ ഇങ്ങോട്ട് വരുന്ന കാര്യം. അങ്ങനെ ഞങ്ങളെല്ലാവരും മൊത്തത്തിൽ സർപ്രൈസായിട്ട് നിന്നുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞപ്പോൾ കോള് വന്നു. നമ്മുടെ സുഹേബിക്ക് വിളിക്കുന്നു. ഞാൻ വണ്ടാനം വരെ ആയിട്ടുണ്ട്. രാജേട്ടൻ തെക്കോട്ടും വടക്കോട്ടും ഒക്കെ നോക്കും. നമ്മളെ ആളിഞ്ഞറിയാം, പക്ഷെ ഞങ്ങൾക്ക് ആളിഞ്ഞറിയില്ല. അപ്പോൾ രാജേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്ന് പരതുക, ഏതാണ് ആൾ. അങ്ങനെ അടുത്ത് വന്ന് ഒരു ഓട്ടോ വന്ന് നിർത്തി. അപ്പം നമുക്ക് മനസ്സിലായി ഇതാണ് ഞങ്ങളുടെ 2ാമത്തെ പ്ലേ ബട്ടൺ, സുഹൈബിക്ക, നമ്മുടെ സ്വന്തം സുഹൈബിക്ക മലപ്പുറത്തു നിന്നാണ് വരുന്നത്. രാവിലെ 5:30 ആയപ്പോൾ സുഹൈബിക്ക വീട്ടിൽ നിന്ന് 5 ബസ് കയറിയിട്ടാണ് ഇക്ക ഇവിടം വരെ നമ്മളെ കാണാനായിട്ട് വന്നത്. അപ്പോൾ ആ പുള്ളിക്ക് നമ്മളോട് എന്തുമാത്രം ഇഷ്ടമുണ്ട്, നമ്മളെ കാണാനുള്ള ആഗ്രഹം എല്ലാം നമ്മൾ മനസ്സിലാക്കണ്ടേ. ഞങ്ങൾക്ക് രാശനെ കണ്ടാൽ മനസ്സിലായി രാശന് എന്ത് പറയണം, എന്ത് ചെയ്യണം, എന്തോ പറയേണ്ടത്, എന്ത് സംസാരിക്കും. അത് തന്നെ പറയുമായിരുന്നു. രാഷ്ട്രം പെട്ടെന്ന് വണ്ടറടിച്ച് പോയി. എന്തുവാ പറയേണ്ടത്, എന്തോ ചെയ്യേണ്ടത് ഒന്നും രാഷ്ട്രറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ശിവയായിട്ടിരിക്കുകയാണ്. പുറത്ത് ശിവനെ കണ്ടപ്പോൾ സ്നേഹപ്രകടനമൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഫോണിൽ ഒപ്പിയെടുക്കാൻ പറ്റില്ല. നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാനേ തോന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. ഫുഡ് കഴിച്ചു. അവിയൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡിയോ കാണിക്കാൻ വേണ്ടി, ഇതാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ, എല്ലാവർക്കും അറിയാമല്ലോ ഇതാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ. ഇത് ശിവമോക്ക് കൊണ്ടുവന്ന് ഗിഫ്റ്റാണ് കേട്ടോ. ഇത് മാത്രമല്ല മിഠായി, സ്വീറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ സ്റ്റുഡിയോയിലിരുന്ന് ഇക്കയുടെ വിശേഷങ്ങളും ഞങ്ങളുടെ വിശേഷങ്ങളെ സത്യം പറഞ്ഞാൽ ഞാനാണിപ്പോൾ വണ്ടറടിച്ചിരിക്കുന്നത്. എനിക്ക് എന്ത് പറയണം. സത്യം പറഞ്ഞാൽ ഇക്ക നമ്മുടെ ഈ വളഞ്ഞവഴി സ്റ്റോപ്പിൽ വരുന്നിടം വരെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. വന്ന് കഴിഞ്ഞപ്പം എനിക്ക് എന്ത് പറയണം, എനിക്ക് ആ ഒരു ഇതെൻ്റെ മുഖത്തുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും, എൻ്റെ അമ്മയുണ്ട്, ഇവിടുത്തെ അമ്മയുണ്ട്. ഈ നീല ഷർട്ടിട്ടത് ഞങ്ങളുടെ ചങ്ക കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ നസീറിക്കയാണിത്. രാശൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ സഹോദരനാണ്, നമ്മുടെ എല്ലാമാണ് നമ്മുടെ ഇക്ക. ഫാമിലിയും അതുപോലെ തന്നെയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഫാമിലിയാണ്, നമ്മുടെ സ്വന്തമാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വൈകിട്ട് ചായയൊക്കെ കുടിച്ച് സുഹൈബിക്ക് ഓരോ വിശേഷങ്ങളൊക്കെ പറയുവാണ്, ഇക്കയുടെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുവാണ്. ഇപ്പോഴും എന്നോർത്താൽ ഒരു സ്വപ്നം പോലാണ് എനിക്ക് തോന്നുന്നത്. ഒരു 3-4 മണിക്കൂർ എന്താണെന്ന് വെച്ചാൽ
ഇക്ക വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ സമയമെടുത്തു ഇവിടെ വരാൻ. ബസ്സിൽ നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. എന്നാലും ഒരു 3-4 മണിക്കൂറേ നമ്മുടെ കൂടെ ഇരുന്നുള്ളെങ്കിലും നമുക്ക് എന്തോ ഭയങ്കര എന്തോ ഒരു ഫീലിംഗ് ആണ് പോയി കഴിഞ്ഞപ്പം. അങ്ങനെ രാത്രിയായപ്പോൾ ശിവയുടെയൊക്കെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് അങ്ങനെ ഒരു 7:30 കഴിഞ്ഞപ്പോൾ ഇക്ക പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ആലപ്പുഴയിൽ നിന്നല്ലേ ബസ്. അപ്പോൾ ഇവിടുന്ന് ഒരു അരമണിക്കൂറത്തെ യാത്ര, അല്ലെ 15-20 മിനിറ്റത്തെ യാത്രയുണ്ട്. ഇതൊക്കെയെന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയാനാണ്, നിങ്ങൾ തന്നെ കണ്ടു മനസ്സിലാക്കൂ. ആദ്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ്, ഒരു 4 ദിവസത്തെ പരിചയമാണിത്. എന്ത് പറയാനാണ് ഇതൊക്കെ. അങ്ങനെ എല്ലാം പറഞ്ഞ് ഞങ്ങളെ എല്ലാം അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ANRKയ്ക്കും വളരെ സന്തോഷം. ANRKയോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞത്, എല്ലാം ജോറായിട്ട് നടക്കുന്നുണ്ടല്ലോ, സന്തോഷം. ഇങ്ങനെയാണ് ഞങ്ങളുടെ ANRK പറഞ്ഞത്. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇക്ക നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയതിനും എല്ലാത്തിനും നമുക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ അവിടുന്ന് ഞങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് ഇക്ക പോവുകയാണ്. പിന്നെ ഇക്കയോട് ഒരു കാര്യം പറയാനുണ്ട്. പോയപ്പോൾ ഞങ്ങളുടെ ഒരു സാധനം മോഷ്ടിച്ചുകൊണ്ടാണ് പോയത്. ഞങ്ങളുടെ മനസ്സ് മോഷ്ടിച്ചുകൊണ്ടാണ് പോയത്. എത്രയും വേഗം അത് തിരിച്ചു തരണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങൾക്ക് വീഡിയോ പിടിക്കാൻ അറിയത്തില്ല, ഫോൺ പിടിക്കാൻ അറിയത്തില്ല. ഇതൊന്നും അറിയാഞ്ഞിട്ടും ഞങ്ങളെ കാണാൻ എത്രയോ ദൂരത്തു നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ വരുന്നു. ഇക്കയാണ് ആദ്യമായിട്ട് വരുന്നത്. ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലുത്, നമ്മളെ ഇന്നേ വരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട്. ഇപ്പോൾ ഈ ഇക്ക നമ്മളെ കാണണമെങ്കിൽ തന്നെയും എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു.